ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് രാവിലെ ചെറിയ രീതിയിലൊന്ന് വെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും നേരം നല്ല രീതിയിൽ തന്നെ തണുപ്പായതുകൊണ്ട്, പക്ഷേ ഇപ്പോഴും തണുപ്പിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വെയിൽ വന്നതുകൊണ്ട് ആ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് രാവിലെയൊക്കെ എണീക്കുമ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരിക്കും കേട്ടോ. കൊടും തണുപ്പ് തന്നെ പറയാം. ഒരു 10 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഈ ഒരു ടൈമിലാണ് ചെറിയൊരു വെയിലും വന്നിരിക്കുന്നത്. നല്ല വെയിലൊന്നും വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ വെയിൽ ഉണ്ടാകുമായിരിക്കും. കാരണം ഇതിന് മൊത്തത്തിലൊരു തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേന് വെയിൽ വരുന്ന പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോഴത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞാവയ്ക്ക് ആയെങ്കിലും സ്വെറ്ററൊന്നും ഇട്ട് കൊടുക്കാതെ രാത്രി ആയാലും അതുപോലെ തന്നെ രാവിലെയൊക്കെ ആയാലും കുറേ നേരം നമുക്ക് നടത്താൻ പോലും പറ്റില്ല. നമുക്ക് തന്നെ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ തറയൊക്കെ ആയാലും നമ്മുടെ ടൈലൊക്കെ നല്ല കാലിങ്ങനെ വെക്കുമ്പോഴത്തേനും നല്ല ഇങ്ങനെ ഐസ് കട്ടയിൽ വെക്കില്ല, അതേപോലെ ആയിട്ട് നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലൈമറ്റ് മാറിയതോടുകൂടി എനിക്ക് ചെറിയൊരു രീതിയിൽ ജലദോഷം കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സെറ്ററിൽ കയറിയിരിക്കട്ടോ. അപ്പോൾ നമ്മുടെ പണികൾ വീട്ടിലേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അതേപോലെ നോക്കി നമ്മുടെ ഡയാനിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാരും ഫുഡ് കൊടുക്കലായിട്ട് നമ്മുടെ അടുത്തൊരു പണിക്കാണത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്നെ പുറത്ത് കണ്ടതിൻ്റെ ബഹളമായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നോക്കാം. അതേപോലെ നമുക്കിന്ന് പറമ്പിൽ ചേച്ചിമാർ മറക്കുന്നുണ്ട്. ഒരു പണിയൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഴിക്കാൻ പറ്റുന്ന ടൈം ആയി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഫുഡ് കൊടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ആളൊന്ന് കുളിപ്പിക്കണം. അത് കഴിയുമ്പോഴത്തേന് അവർ ഇനി കഴിക്കാൻ വരുമായിരിക്കും. നമ്മൾ ആവണി കൂടി രാവിലെ തന്നെ ഇന്ന് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോയിരിക്കും അവിടെ താഴേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ വേണ്ടേ? നമ്മൾ പുറത്ത് കണ്ട പിന്നെ എങ്ങനെ കേട്ടോ അവൾക്ക് ചോദിക്കാനും പറയാനും കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ രാവിലെ ഒന്ന് അഴിച്ചു വിട്ടതാണ്. അപ്പോൾ കുറച്ച് നേരം അഴിച്ചു വിട്ടിട്ട് പിന്നെ നേരെ കൂട്ടിയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് മഞ്ഞൊക്കെ പെയ്യുമ്പോൾ അത്യാവശ്യം അട്ട ചെയ്യും കേട്ടോ. പൊതുവെ നമ്മുടെ ഇവിടെ അട്ട അത്യാവശ്യം ഉണ്ടാകുമല്ലോ. എന്താണ് ചാടി പറഞ്ഞിട്ടൊക്കെ ആട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിലൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം ഒന്ന് കുളിപ്പിക്കാം. അപ്പോൾ ഫുഡ് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ പണികളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിൽ ആൾ കൊഞ്ചാൻ വേണ്ടി നിന്നു കേട്ടോ. എന്താണ് എന്തേ അവണി ഇവിടെ പോയി? എന്താണ് മാമ വേണോ? മാമ വേണോ എനിക്ക്? കുറച്ച് സൈഡൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടാകും. നോക്കാം വെയിലൊക്കെ വരുവാണെങ്കിൽ. കാരണം അത്യാവശ്യം നല്ല ഹെയറിലുണ്ടെങ്കിൽ ഇവർ നല്ല വെയിലൊക്കെ വീട്ടാൻ കേട്ടോ ഇരട്ടി കുളിപ്പിക്കാനുള്ള. കാരണം ഹെയറിലുണ്ടെങ്കിൽ ഉണങ്ങാൻ കുറച്ച് പാടുള്ളൂ. നമ്മുടെ ക്ലൈമറ്റ് അറിയാലോ. അതുകൊണ്ട് തന്നെ എന്തായാലും വെയിൽ വരുവാണെങ്കിൽ നമുക്ക് കുളിപ്പിക്കാം. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. അവിടെ വന്നോട്ടോ. ചാടി മറിഞ്ഞ് ചിലപ്പോൾ കൂട് വരെ പൊളിക്കിട്ടോ. കൂടുതൽ 2 പലകയൊക്കെ ആളുടെ കയ്യിൽ ഇളക്കിയിരിക്കുന്നത്. നമുക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് ഫുഡ് എടുക്കട്ടെ അവർക്ക്. ഇവിടെ കിടന്ന് ചാടി പലകേനെ ഇളക്കിയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ തുടങ്ങി കെട്ടിയിട്ടിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് പാത്രമൊക്കെ സൈഡിലേക്ക് മറച്ചുകൊണ്ടല്ലേ ഇട്ടിരിക്കുകയാണ്. എന്താണ് എന്താ വരെ ഞാൻ ഇപ്പോൾ വരാട്ടോ. ബഹളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വന്നിട്ട്. ഇപ്പോൾ വരാം. അപ്പോൾ നമ്മൾ ഡയാനിൻ്റെ അടുത്ത് വന്നിട്ട് അതൊരു സംഭവം കണ്ടത്. അവിടെ നമ്മളൊരു കൊല വെട്ടാനായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് തന്നെ അവിടെ തന്നെ നിന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു കായാണെങ്കിൽ ഇപ്പോൾ നിറമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കായ് പോലും അവശേഷിക്കും കേട്ടോ. എല്ലാം നമ്മുടെ കിളികൾ കൊണ്ടുപോകും. കാരണം ഇവിടെ അറിയാലോ ഒരുപാട് കിളികളുണ്ട് ഇവിടെ. ചെറുതും വലുതും ഒത്തിരി ഉണ്ട്. ഒരു കായൊക്കെ പഴുത്തേക്ക് നിറച്ചുണ്ടാവട്ടെ അതിൻ്റെ ചുറ്റുകൂടെ. അവർക്ക് കഴിക്കാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടി വീണ കൊലകളൊക്കെ ആയിട്ട് അവിടെ തന്നെ കിടന്ന് പഴുത്തതൊക്കെ ആയിട്ട് കുഞ്ഞിടും. എന്നാലും അതൊക്കെ അവർ കഴിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല മൂത്ത കൊലയാട്ടോ. പിന്നെ നമുക്കിപ്പോൾ എന്തായാലും വാഴക്കൊലയൊക്കെ നമ്മുടെ ഈ പ്രാവശ്യം വെച്ച് കൊടുത്തുള്ള കൊലയൊക്കെ ഒന്ന് ആയി വരാൻ വേണ്ടി എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് വെട്ടിയിട്ട് കുറച്ച് നമുക്ക് ചിപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പോയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവളോട് ചെവിതല കേൾപ്പിക്കില്ല. അതിന് ശേഷം നമുക്ക് വാഴക്കൊലയൊക്കെ കേട്ടോ. ഉണ്ടോ അവളുടെ കൂടിനോട് ചേർന്നിട്ട് തന്നെ ആയിട്ടുള്ളത്. ട്രെയിലിതാ ഒരെണ്ണം ചെറിയൊരു കളർ വ്യത്യാസം വന്ന് തുടങ്ങിയിരിക്കുന്നുണ്ടോ. നന്നായിട്ട് അവിടെ തന്നെ നിന്ന് മൂത്തതുകൊണ്ട് നല്ല കായായിരിക്കും. നല്ല പഴുത്താലൊക്കെ ആയാലും നല്ല മധുരമായിരിക്കും പഴിപ്പിക്കാനൊക്കെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു കൊലയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെ ഓരോ കൊലകളേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം തീർന്നു കേട്ടോ വാഴക്കൊലയൊക്കെ. അപ്പോൾ ഇതെന്തായാലും മൂത്തിട്ടില്ല കേട്ടോ. അത് മൂക്കാൻ കുറച്ചുകൂടി ടൈം എടുക്കും. നമുക്കിന്ന് എന്തായാലും മൂത്ത ഈ കൊല ഒന്ന് വെട്ടിയെടുക്കാം. എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് നല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികൾ എല്ലാം രാവിലത്തെ നേരത്തെ തന്നെ കഴിഞ്ഞിടും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചോറൊക്കെ ഞാൻ നന്നായിട്ട് വാർത്ത് വെച്ചിരിക്കും കേട്ടോ. പുറത്ത് ചോറൊക്കെ വെന്തിട്ടുണ്ട്. രാവിലെ നേരത്തെ തന്നെ നമുക്ക് തീയൊക്കെ ഇട്ടായാലും കുറച്ച് ടൈം എടുത്താലും കത്തി പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നന്നായിട്ട് നല്ല പൊളിച്ച് തന്നെ കത്തിയിടുന്നുണ്ട് തന്നെ. പിന്നെ കുറേ അലകൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വെട്ടി കയറി വെച്ചപ്പോൾ അലക്ക് വെച്ച് കൊടുത്താലും നന്നായിട്ട് നല്ല പൊളിച്ച് തീ കത്തിരുന്നു. നല്ല പെട്ടെന്ന് ആള് തീരുന്നത് നന്നായിട്ട് തീ പിടിപ്പിക്കാനൊക്കെ അടിപൊളിയായിട്ട് അലക്കും. അപ്പോൾ അലക്ക് കുറച്ചുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീയൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ വാർത്ത് വെച്ചിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറിയാണ്, വെള്ളക്കടലയുടെ കറി അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി
പെരുംജീരകവും തേങ്ങയും വെളുത്തുള്ളിയൊക്കെ പാടെ അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് കടലക്കറി വയ്ക്കുക എന്നുള്ളത് റെസിപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിച്ചാൽ മതിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ വെള്ളക്കടലക്കറി ഇതാ നന്നായിട്ട് റെഡി ആയിട്ട് ഒരുപാട് ചാറില്ല കേട്ടോ, ഒരുപാട് കുറുകിയിട്ടും അല്ല, എന്നാൽ ഒരുപാട് ചാറില്ലാത്ത രീതിയിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് തേങ്ങയും സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താട്ടോ. തോരനും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ട പൊരിച്ച് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് മുട്ട കൂടി എനിക്ക് പൊരിക്കാനുണ്ട്, എന്നാലും അതുകൂടി ഒന്ന് പൊരിക്കാനുണ്ട്. ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞാനൊന്ന് പുറത്ത് പോയത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ നമുക്കിതാ അടുത്തത് അച്ചാറായിട്ടുള്ളത്. അത് നമ്മൾ ഇട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വ്ളോഗായിട്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇട്ടിൻ്റെ കാര്യങ്ങളൊക്കെ റെസിപ്പി ആയിട്ട് വേണമെന്നുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നമ്മുടെ നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മുടെ വടികപ്പുളി നാരങ്ങ ഇല്ലല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ വടികപ്പുളി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, നല്ല പുളിയായിരിക്കും. പക്ഷെ നല്ല പുളി തന്നെയാണ് നമ്മുടെ വടികപ്പുളി എന്ന് പറയുമ്പോൾ സാധാരണ നാരങ്ങേനേക്കാൾ നല്ല പുളികൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു അച്ചാർ നമ്മൾ പുളി ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിന്റെ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇരിക്കുന്നതോറും അച്ചാറിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ, അതായത് പുളി ഉപ്പ് എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഇരിക്കുന്നതോറും വെള്ളം ഉണ്ടാകും. അപ്പോൾ നല്ല ഫുൾ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോടെ ഹൈ തുടങ്ങിയിട്ട് കാരണം നമുക്ക് ഇന്ന് പണിക്ക് ചേട്ടന്മാർ ചേച്ചിമാരായിട്ട് എന്നും ഉണ്ടാകുമല്ലോ. പിന്നെ നമ്മളും ഡെയിലി അച്ചാർ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ ഏകദേശം പകുതി ആയി തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടം പോലെ നാരങ്ങ നമ്മുടെ പറമ്പിൽ മൂത്ത് വളഞ്ഞ് പഴുത്ത് തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നല്ല രീതിയിൽ പഴുത്ത നാരങ്ങ നോക്കിയിട്ട് പറിച്ചിട്ട് വരണം. നാരങ്ങ അച്ചാറിൻ്റെ ആ ഒരു കുപ്പി തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണാട്ടോ, വായുടെ ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ ആട്ടോ. എന്തായാലും നമുക്ക് പറമ്പിൽ പോകുമ്പോൾ കുറച്ച് നാരങ്ങയൊക്കെ പറിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയൊക്കെ പറിച്ച് തീർന്നുണ്ട്. അപ്പോൾ നമുക്ക് പറമ്പിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ പറമ്പിൽ നിന്ന് എടുക്കാം. പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരണം. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെയാട്ടോ സ്പെഷ്യൽ. അതുപോലെ തന്നെ പപ്പടം കാച്ചാണ്ട്. അപ്പോൾ പപ്പടം എന്തായാലും അവർ വരാൻ നേരത്തെ കഴിഞ്ഞാൽ കാച്ചു കൊടുക്കുക. കാരണം വന്ന് കൈ കാലൊക്കെ കഴിയുന്ന ഒരു ടൈമിൽ നമുക്ക് എന്തായാലും പപ്പടം കാച്ചെടുക്കാം. പപ്പടം കാച്ചണം, അത്രയൊക്കെ ഉള്ളൂ. പണി 3-4 മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് പൊരിക്കട്ടെ. നമ്മൾ ഡയാനയ്ക്ക് കൂടി ഫുഡൊക്കെ കൊടുത്ത് കാണാം. അതൊക്കെ ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ തന്നെ അടുത്താൽ ഇവിടെ കാവലായിരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ലതാ, ആശാനും ഫുഡൊക്കെ കൊടുത്തിട്ടാ ഫുഡൊക്കെ കഴിച്ചതാ. ക്ലീനിങ് പരിപാടിയിലാട്ടോ. വായൊക്കെ നന്നായിട്ട് നാവൊക്കെ വെച്ച് നക്കി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നിൽക്കുവാണേ. എന്താ ആളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ എണീച്ച് ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയിട്ട് കാണിച്ചു കേട്ടോ. അവിടെ അപ്പുറത്താണ് കുഞ്ഞുങ്ങൾ. ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ വരില്ല കേട്ടോ. ഫുഡൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കാറാണ്. ഇതാ ആളിവിടെ നല്ല ക്ലീനിങ് ആട്ടോ, നന്നായിട്ട് നക്കി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ നമ്മൾ വിറകൊക്കെ വെക്കുമല്ലോ, ആ ഒരു സ്ഥലത്തായിട്ടാട്ടോ അവർ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പൂച്ച കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നല്ലാതെ എപ്പോഴും അങ്ങനെ ഉള്ളിൽ കൂടെ ഒന്നും വരില്ലാണ്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടീനും പിന്നെ അറിയാമല്ലോ, അവൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്തിട്ട് വരും. അപ്പോൾ ഇവിടേക്ക് കേട്ടോ നമ്മൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, 3 നാൾ ഞാൻ കാണിച്ചു തരാം. അവരിങ്ങോട്ടേക്ക് നമ്മൾ തീയൊക്കെ പിടിപ്പിക്കാൻ വരുന്നു. നല്ല ബഹളമായിരിക്കും ഈ ഒരു പൂച്ച കുഞ്ഞുങ്ങളുടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് നല്ല അടിപൊളിയാട്ടോ, കാണാൻ വേണ്ടി എന്ത് ക്യൂട്ടാളെ, നല്ല രസമുണ്ട്. 1 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. 3 പേരും നല്ല ആക്റ്റീവാണ്. എന്തായാലും എന്താ അവരുടെ അമ്മ അപ്പത്തേനും വന്നോട്ട് ഞാൻ വന്നതിൻ്റെ പുറകെ അപ്പോൾ പാപ്പം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അവരിപ്പോൾ ഹാപ്പി ആയിട്ട് വിട്ടിരിക്കട്ടെ. പാല് കൊടുത്തായിരുന്നു കേട്ടോ 3 പേർക്ക്. പാലൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണ്. ഇത് അമ്മ പാപ്പം കുടിക്കാൻ വേണ്ടി ഓടി പോയിട്ടുണ്ട് 2 ആൾ. ഇത് അടുത്ത ആൾ ഇനിയിപ്പോൾ പോവും. അപ്പം എന്തായാലും അവരിത് അവരുടെ ലോകത്ത് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം നല്ല അവർ ഇവിടെ കിടക്കട്ടെ. എന്തൊരു സ്നേഹമല്ലേ നോക്കി, നക്കി തുടച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കൂട്ടോ. നല്ല കെയറിങ് ആണേ. ചോറൊക്കെ ഞാനത് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കളഞ്ഞൊന്ന് കുടഞ്ഞ് വെക്കണം. കാരണം കുറച്ചധികം ടൈം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചോറൊക്കെ വാർത്തിട്ട് എന്തായാലും നമുക്ക് കുടഞ്ഞ് വെക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം എല്ലാം പോയിക്കോളൂ കേട്ടോ. അതേപോലെ തന്നെ ചോറൊക്കെ ഇറക്കിയപ്പോൾ ഞാൻ അതാ കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് അവിടെ പുറത്തെടുക്കുക. തീ ഒന്നുകൂടി ഒന്ന് കത്തിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഞാൻ കത്തിയപ്പോൾ ഞാൻ ഒരു വിറകെടുത്ത് മാറ്റിയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടത് കത്തൽ കുറഞ്ഞിരിക്കട്ടെ. എന്തായാലും ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ തീയൊക്കെ നന്നായിട്ട് ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടും തടവരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടി കത്തുമ്പോഴത്തേനും നമ്മുടെ കുടിവെള്ളമൊക്കെ ആകും. അപ്പോൾ ഈ നമ്മുടെ വെള്ളമൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കണം. കാരണം തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തിളച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചേമ്പിൻ്റെ കൂട്ടിട്ട്. അപ്പോൾ അവിടെ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചേമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ചേമ്പിൻ്റെ കിഴങ്ങും അതേപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടൊക്കെ നമ്മൾ കറി വയ്ക്കാനും കിഴങ്ങല്ല നമ്മൾ കറിയിലിടാനും
അത് നമ്മൾ പുഴുങ്ങി കഴിക്കാനൊക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നമുക്ക് നന്നായിട്ട് നമ്മൾ ചീരയൊക്കെ തോരൻ വെച്ചിട്ട് ആ രൂപത്തിൽ നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. ഇനിയിപ്പോൾ ചേമ്പിൻ്റെ ഇല തോരൻ വെക്കുകയോ ചൊറിയോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യം. ഞാനിത് 3-4 വട്ടം തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗങ്ങൾ മിസ്സിങ് ആയിരുന്ന ഓരോ കണ്ട് ഭാഗത്തായിട്ട് വലിയൊരു ഭാഗത്തൊക്കെ അത് നോക്കുമ്പോൾ അറിയാം. അതുപോലെ നല്ല ചെറിയ ചെറിയ ഇലകൾ, അതായത് നല്ല കിളുന്തായിട്ട് പുതുതായിട്ട് വരുന്ന ഇലകൾ ഉണ്ടാവില്ലേ, ഒരുപാട് മൂക്കാത്ത ഇലകൾ. അപ്പോൾ അത് തോരൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ നമ്മുടെ ചീരത്തോരനൊക്കെ വെക്കില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ തോരൻ വെക്കുന്നത്. ഇപ്പോൾ വേറെ രീതിയിൽ എന്തെങ്കിലും കട്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ സാധാരണ നോർമൽ ചീരത്തോരൻ വെക്കില്ല, അതിനേക്കാളും കുറച്ച് ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ ഇല തോരൻ വെച്ചത്. അപ്പോൾ എന്തായാലും വെക്കാത്ത കൂട്ടുകാരെനിക്കൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എന്തായാലും ചൊറിയൊന്നും ഇല്ല കേട്ടോ, അത് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുറേ പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ ചേമ്പിൻ്റെ ഇലയൊക്കെ അതുപോലെ തന്നെ ചേനയുടെ ഇലയൊക്കെ ചൊറിയുന്നൊക്കെ. അപ്പോൾ ചേനയുടെ ഇലയായാലും നമുക്ക് ചേമ്പിൻ്റെ ഇലയൊക്കെ ആയാലും തോരൻ വയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഒരുപാട് വിറ്റാമിനൊക്കെ ഉള്ളൊരു അടിപൊളി സംഭവം തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് നമ്മളങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതിൻ്റെ നമ്മൾ തണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അത് ഇങ്ങനെ ഇത് വേറൊരു വെറൈറ്റി ചേമ്പാണ്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് നമ്മൾ എടുക്കില്ല, പക്ഷേ ഇതിൻ്റെ ഒരു താള്, അതായത് തണ്ടും ഇലയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് തണ്ടായാലും നമുക്ക് പരിപ്പൊക്കെ എടുത്ത് തോരൻ വയ്ക്കാനൊക്കെ അടിപൊളിയുണ്ട്. ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ, അതായത് ഈ ഒരു വെറൈറ്റി ചേമ്പിന്. അപ്പോഴത്തെ കാര്യം നമ്മൾ വേറെ പുതിയ ചേമ്പല്ല നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ചേമ്പിൻ്റെ വിത്തുകൾ നട്ടതാണ്. അതായത് അത് നമ്മൾ നോർമലി സാധാരണ ചേമ്പുണ്ടാവില്ലേ, ആ ഒരു ചേമ്പാട്ടോ അവിടെയൊക്കെ നട്ടില്ല. അപ്പം എന്നാലും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാടൊക്കെ ഒന്ന് പറിച്ച് സെറ്റാക്കാൻ. അപ്പം എന്നാലും അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പം എന്നാലും ഒക്കെ നമുക്കത് വഴി കാണാം. ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ഇലകളാട്ടോ, അപ്പോൾ ഇതൊക്കെ തോരൻ വെക്കാനാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ്. ഇപ്പോൾ ഇത് നോക്കി ചെറിയ ചെറിയ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒന്നും തോരൻ വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, കുറേ നന്നായിട്ട് മൂത്ത് പോയി. അപ്പോൾ എപ്പോഴും നല്ല കിളുന്തായിട്ടുള്ള ഇലകളൊക്കെയാണ് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇതിങ്ങനെ വട്ടത്തിൽ ഇപ്പോൾ ഒരു ചോട് കൊണ്ട നട്ടോ കേട്ടോ, പക്ഷേ 2-3 ഇതാ അതിൻ്റെ വിത്തുകളൊക്കെ ഇവിടെ കിടന്നിട്ടൊക്കെ മുളച്ചിട്ട് കുറച്ചായി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. എന്തായാലും കഴിക്കാത്തവർ മസ്റ്റായിട്ട് ഒരു വട്ടെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് സ്ഥിരമായിട്ട് മീനും കൊണ്ട് വരുന്ന ചേട്ടൻ മീനുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ നേരെ ചാടിക്കറി എൻ്റെ ഒക്കത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ആൾക്ക് ഇതാ മീൻ പെട്ടിയുടെ ഉള്ളിൽ കഴിഞ്ഞിട്ട് മീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലാട്ടോ. കുറച്ച് നേരം കൊണ്ട് മീൻ പെട്ടിയുടെ ഉള്ളിൽ കൈ ഇട്ടിട്ട് മീനിങ്ങനെ പുറത്തെടുക്കുക. ആൾക്ക് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് തൂക്കി പിടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ കാക്ക നമ്മുടെ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കട്ടെ. അതേപോലെ തന്നെ മീനൊക്കെ കുറച്ച് വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെട്ടി പീസാക്കി നല്ല അടിപൊളിയാക്കിയിട്ടാണ് തരും നമുക്ക് കാക്ക. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് പാലാ മീനാണ്. കഴിഞ്ഞു തുടങ്ങിയിട്ട് മീനൊക്കെ കുറച്ച് മീനുകളോട്ടോ ആകെ ഇപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ ബാലൻസ്. പാലയും പിന്നെ എന്താ പരവി അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അപ്പോൾ 2 ടൈപ്പ് മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ പെട്ടികളും നോക്കി ഫുള്ള് കാലിയായിട്ടിരിക്കുക കേട്ടോ. കുറേ മീൻ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കാലി കഴിഞ്ഞപ്പോൾ ഇത്രയും മീനേ ഉള്ളൂ. പിന്നെ കുറച്ച് വീട് കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോകാം, അങ്ങോട്ട് പിന്നെ ദൂരേക്ക് പോകുമ്പോഴത്തേനും അപ്പോഴത്തേനും ഈ മീൻ ഫുള്ള് ഫിനിഷ് ആവും. ആണോ മീൻ വെട്ടാൻ പറഞ്ഞോ അമ്മയുടെ അടുത്ത്? മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് മീനൊക്കെ ഇട്ടിട്ട് വരാം. അങ്ങനെ വെട്ടി മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത് ഈ ഒരു മീൻ ചട്ടി ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മീൻ കറി വയ്ക്കാനും വറക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു മീൻ നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് എന്ത് പേരിലാണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അങ്ങനെ നമ്മുടെ മീനൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ നേരെ നമ്മുടെ ചേച്ചിമാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പറമ്പിൽ പോയിരിക്കുമായിരുന്നു. പറമ്പിലൊക്കെ പോയി വന്നപ്പോൾ കൊടുന്നുള്ള സംഭവമായിട്ടത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങയാണ്. അപ്പോൾ ചില നാട്ടിലേക്ക് ഇതിനെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലങ്ങളിലേക്ക് ഓരോ പേരിലായിരിക്കും പറയേണ്ടത്. നമ്മളെന്തായാലും ഇതിന് ബബ്ലൂസ് നാരങ്ങ എന്നാട്ടോ പറയാം. നോക്കി നല്ല വലിപ്പമാണ് ഇതിന്. നല്ല ഇനി ഇതിലും വലിയ സൈസുള്ളതൊക്കെ മേളിലുണ്ട്. നമ്മൾ എന്തായാലും താഴെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് നോക്കിയിട്ട് കേട്ടോ പറിച്ചു നിറച്ചുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക തൂങ്ങി കിടക്കണം. അപ്പോൾ നല്ല മൂത്ത് നോക്കിയിട്ട് നമുക്ക് എത്തുന്ന രീതിയിലുള്ളത്. ഒരുപാട് ഹൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളതൊക്കെ ഉണ്ടാവും. നമുക്ക് തന്നെ ധാരാളം. അപ്പോൾ എന്തായാലും 3 പറിച്ചിട്ടുണ്ടേ. നമുക്ക് നല്ലൊരു മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഞ്ഞ കളറായി തുടങ്ങുന്നതിനനുസരിച്ചാണ് മൂപ്പ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ പുറമേ നല്ല പുറന്തോട് നല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു മൂക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഒരു ബബ്ലൂസ് നാരങ്ങയുടെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നാരങ്ങാട്ടോ ഞാനിപ്പോൾ പറിച്ചിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ ഞാനത് അതേപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് ആയിട്ടുള്ള ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി എന്തായാലും വൈറ്റ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. അതായത് ഒരു വെറൈറ്റി ടേസ്റ്റ് ഇങ്ങനെ അല്ലിയായിട്ട് വലിയ പുളിയുമില്ല എന്നാൽ വലിയ മധുരവുമില്ല. അപ്പോൾ ഇതിൻ്റെ വലിയ സീഡുകളാണ് ഇതിനുള്ളത്. സാധാരണ നാരങ്ങയുടെ കുരു ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ അല്ലാട്ടോ. പിന്നെ പൊതുവേ ഈ നാരങ്ങ നല്ല വലിപ്പമാണ്. അപ്പോൾ അതിനനുസരിച്ച് സീഡും വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് അല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് കുറച്ച് അച്ചാറിടാന്ന് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാറിടാനും നല്ലതാണ്. അതേപോലെ തന്നെ
ജ്യൂസൊക്കെ അടിക്കില്ലേ നമ്മൾ, ലൈമൊക്കെ അടിക്കില്ലേ, അതേപോലെ അടിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് അല്ലിയായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാം. നല്ല വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ നല്ല വാട്ടർ കണ്ടന്റ്. നമ്മൾ പറമ്പിലൊക്കെ പോയിട്ട് ആയാലൊക്കെ, പറമ്പിൽ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മടുത്തിട്ടൊക്കെ വരുന്നൊരു ടൈമിൽ ഇതൊന്ന് നമ്മൾ ജ്യൂസ് പോലെ ആക്കി കുടിക്കുകയാണെങ്കിൽ കിട്ടില്ലെന്ന് തന്നെയാണ്. ഇതിങ്ങനെ അല്ലിയായിട്ട് വേർതിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് നമ്മൾ കാന്താരിയുടെ കൂടെയൊക്കെ ഇടില്ലേ, സാധാരണ നാരങ്ങ ഇടില്ല, അതേപോലെയൊക്കെ വെച്ചാലും നല്ലതാട്ടോ. കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്, ഒരുപാട് ഗുണങ്ങളുണ്ട് ഹെൽത്തിനൊക്കെ. മാത്രമല്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ രാസവളങ്ങളോ കാര്യങ്ങളൊന്നും ഇടാതെ നല്ല ജൈവവളം മാത്രമായിട്ട്, ഇത് നമ്മളങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതി തന്നെ തരുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നല്ല വെള്ളം കിട്ടും ഓരോന്നിലും, ലൈറ്റ് പുളിയും ഒരു ലൈറ്റ് മധുരം. അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റാക്കി നമുക്കൊന്ന് അച്ചാറിടാനുള്ള ഭാഗത്തൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനെ കമ്പിളി നാരങ്ങ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നോക്കി, മീൻസ് അതായത് ആ ഒരു തോടുണ്ടല്ലോ പുറത്തെ ഒരു ഹാർഡായിട്ടുള്ള പോലെ, അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പഞ്ഞി പോലെ കേട്ടോ, കുറേ നല്ല കട്ടിക്കാണ് കിടക്കുന്നതുകൊണ്ടായിരിക്കും കമ്പിളി നാരങ്ങ എന്ന് കൂടി ഇതിനൊരു പേര് വരാൻ കാരണം. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിയൊന്നും ചെയ്യട്ടെ. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ പറയണ കേട്ടോ. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും നമ്മളിവിടെ അതുകൊണ്ട് അങ്ങനെ കത്തി വെച്ച് മുറിക്കാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കമ്പൊക്കെ വെച്ചിട്ട് പുറന്തോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക, അങ്ങനെ കത്തി വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് പൊളിച്ച് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പൊളിച്ചെടുക്കാറാട്ടോ. പിന്നെ നമുക്ക് ബാക്കി ഇതിൻ്റെ ഈ ഒരു നമ്മൾ അല്ലിയായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന് തന്നെ വലിയ പീസ് അല്ലി പോലെ ഇങ്ങനെ ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ നീളത്തിൽ, എന്നിട്ട് അതിൻ്റെ ഈ ഒരു മൂക്ക് പോലെ ഈ ഒരു സാധനം, അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ ചെത്തിയെടുക്കാം. ബാക്കി നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അല്ലികളൊക്കെ വിടർത്തി ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ ഇനി കുറച്ച് നേരത്തെ പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അല്ലിയൊക്കെ ആയിട്ടൊന്ന് വേർതിരിച്ചെടുക്കട്ടെ. നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. കുറച്ച് ബംബിൾസ് നാരങ്ങയൊക്കെ വെറുതെ പച്ചക്കൊക്കെ കഴിച്ചിട്ട് ആളിതൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കുറേ നേരം അവിടെ കളിക്കാൻ പോയിരിക്കുമായിരുന്നു. പിന്നെ ആ മീനൊക്കെ വാങ്ങാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മീനിലൊക്കെ കുറേ നേരം കളിച്ച് കൈയിട്ട് മീനിനെയൊക്കെ തൂക്കി പിടിച്ച് ഇപ്പോൾ ഇതൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ നീക്കുന്നതിന് മുന്നായിട്ട് നമുക്കിത് ഫുള്ളൊന്ന് വേർതിരിച്ചൊന്ന് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ ബംബിൾസ് നാരങ്ങയുടെ അച്ചാർ കഴിച്ചിട്ടുള്ള കൂട്ടുകാരാണ് നിങ്ങൾ. എന്തായാലും നമ്മൾ സാധാരണ നോർമലി അച്ചാറില്ല, ആ രീതിയിൽ തന്നെ നമുക്കിത് അച്ചാറിടാം കേട്ടോ. പിന്നെ എപ്പോഴും അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയിൽ ഇടുവാണെങ്കിൽ കുറച്ച് കാലം കൂടുതൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു വെള്ളം ഇങ്ങനെ തെറിക്കുള്ളൂ, അത്രയും നല്ല ഫ്രഷാണ്. ഒട്ടും വട നമ്മൾ കൈയോടെ ഇങ്ങനെ ഇപ്പം തന്നെ പറിച്ചെടുത്തിട്ടുള്ളതാണല്ലോ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് പ്രത്യേകം അറിയാം. വലിയ വലിയ സീഡുകൾ കുറേ ഉണ്ട് കേട്ടോ. സീഡൊക്കെ മാറ്റി അതിൻ്റെ ഒരു തോലൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ ഇതുപോലത്തെ ഒരു, അത് മാത്രമേ ഞാനിപ്പോൾ എടുക്കണുള്ളൂ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട് എന്തായാലും. അപ്പം ഞാൻ അത് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബംബിൾസ് നാരങ്ങ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരുപാട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ സിട്രിക് കണ്ടൻറ്റൊക്കെ വളരെ കൂടുതലാണല്ലോ. മാത്രമല്ല നമുക്ക് രോഗപ്രതിരോധ ശേഷിയെ കൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് അപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ബംബിൾസ് നാരങ്ങ. അപ്പോൾ ആൾ ചില്ലറക്കാരനല്ലാണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബംബിൾസ് നാരങ്ങ. മാത്രമല്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ അല്ലികളായിട്ട് ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇനി ബംബിൾസ് നാരങ്ങയൊക്കെ കിട്ടുന്ന ടൈമിലിട്ട്, കാരണം നമ്മൾ മാങ്ങയൊക്കെ പൂളിയിട്ട് ആ ഒരു രീതിയിൽ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ലെവൽ ടേസ്റ്റിന് കേട്ടോ നമ്മുടെ കമ്പിളി നാരങ്ങയിൽ ഇട്ട് കഴിക്കും. ഇപ്പം നമുക്ക് അല്ലിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വിടർത്തി എടുക്കാനൊക്കെ എളുപ്പമാട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല. മൊത്തമായിട്ട് മുറിക്കുന്നില്ല അടി, ഞാൻ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൈ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ കുരു മൊത്തമായിട്ട് ഞാൻ മാറ്റുന്നുണ്ട്, കുരു ഒട്ടും ഇടുന്നില്ല കേട്ടോ. ആ ഒരു ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലി ആയിട്ടുള്ളത്, ആ ഒരു സംഭവം മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുള്ളേ. അപ്പം എന്തായാലും കുറച്ച് ഉണ്ട് ഇട്ടത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് പൊളിച്ച് അച്ചാറൊക്കെ നിരട്ടേ പോയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ ഇതൊക്കെ ഫുള്ള് പൊളിച്ച് തീരുമ്പോഴത്തേനും. അപ്പോൾ ആവണിക്കുട്ടി ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആൾ വന്നിട്ട് ഫുള്ള് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ചിലപ്പോൾ നമ്മുടെ ഹാളിൻ്റെ ഒരറ്റം മുതൽ എല്ലാ അറ്റത്തും ബംബിൾസ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് എന്ത് സിമ്പിളായിട്ടാണ് അതിന്നിങ്ങനെ വേർതിരിഞ്ഞ് വരുന്നത്, അല്ലി മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ.
ഞാനിപ്പോൾ ഈ ഒരു കത്തി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു മേൽഭാഗത്ത് ഇങ്ങനെ മൂക്ക് പോലെ ഒരു സംഭവം ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് കണ്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാട്ടോ. തൊടുമ്പത്തേനും ഇങ്ങനെ വെള്ളം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒറ്റി വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ കാരണം ഇത് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബംബ്ലൂസ് നാരങ്ങ എങ്ങനെയാണ് ഞാൻ അച്ചാർ ഇടുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് നമ്മൾ അച്ചാർ ഇടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പൊട്ടിച്ചിട്ടുള്ള ആ ഒരു ബംബ്ലൂസ് നാരങ്ങ ഫുള്ളായിട്ടുള്ളതാ 3/4 ഭാഗത്തോളം നമ്മൾ അല്ലിയായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. മുക്കാൽ ഭാഗത്തോളം നമ്മൾ വേർതിരിച്ചെടുത്തപ്പോൾ ഇത്രയായിട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതുകൂടി കഴിയണം. നോക്കി എന്തോരം വേസ്റ്റ് ആല്ലേ. അപ്പോൾ ആ ഒരു തോടന്നെ ഉണ്ട് കേട്ടോ, പഞ്ഞി പോലെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതാണ് ഇതിന് ഇത്രയും വെയിറ്റും കൂടി വരാൻ കാരണം. അപ്പോൾ എന്തായാലും ഞാനിതിനെ അച്ചാറിട്ടേ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നതാവും ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. അതുകൊണ്ട് അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാത്തതാണ്. ഇതെന്തായാലും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഈ രീതിയിൽ അല്ലിയായിട്ട് ഇങ്ങനെ വേർതിരിച്ച് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും ഒന്നാമത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എടുത്തപ്പോൾ നോക്കി ഇത്രയായിട്ടോ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഒരു വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നല്ല നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.